ബോഗൻവില്ലയുടെ സൗന്ദര്യമൊക്കെ പോയി തുടങ്ങി. നല്ല വെയിലായി തുടങ്ങിയപ്പോൾ പൂക്കൾ വിരിഞ്ഞ് കഴിഞ്ഞത് ഒരു 3 കളർ ഉണ്ടാവണം ബോഗൻവില്ല കേട്ടോ. 3 കളറിലേക്ക് മാറും. അപ്പോൾ ഇതൊക്കെ ചിലതൊക്കെ നോക്കിയാൽ നിങ്ങൾ നരച്ച പോലെ ആയി തുടങ്ങി. കണ്ട ഈ ഉണ്ട കണ്ടാലറിയാം ഇത് പുതിയത് വന്നതാണ്. ഇതൊക്കെ ഉണങ്ങിയപ്പോൾ ഇതൊക്കെ നമുക്ക് വെട്ടിക്കളയണം. അതുപോലെ ഇതെന്ത് ഭംഗിയുണ്ടായിരുന്നാലേ അപ്പോൾ ഇതൊക്കെ നരച്ച പോലെ. ഇനി ഇതൊക്കെ നമുക്ക് ഇങ്ങനെ ഇവിടെ വെച്ചിട്ട് ഇത് ഇവിടെ വെട്ടിയപ്പോൾ വന്നിട്ടുള്ളതാണല്ലോ. അപ്പോൾ നമ്മൾ ഇനി ഇവിടെ തന്നെയാണ് വെട്ടണം. വെട്ടിയില്ലെങ്കിലും ഇവിടെ നിന്ന് പുതിയ കുനുപ്പിന്ന് ഉണ്ടാവും. ഇത് വെട്ടിയാൽ മതി. പക്ഷെ ഞാൻ ഇവിടെ വെട്ടാനാണ്. അപ്പോൾ വീണ്ടും ഈ സ്ഥലത്തു നിന്ന് തന്നെ പുതിയത് വരും. ഇത്തിരി വളം ചെയ്ത് കൊടുത്താൽ മതി. കണ്ടു. അപ്പോൾ അതുപോലെ നമ്മൾ വെട്ടി കളയുക കേട്ടോ. അങ്ങനെ നമുക്ക് ഇതിൻ്റെ മുഴുവൻ ഇങ്ങനെ വരുന്നത് എല്ലാ കമ്പും വെട്ടി കളയുക. കാരണം ഇത് മഴക്കാലം വരെ ഇങ്ങനെ പോകുന്നുണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ വെട്ടി കൊടുക്കുക. ഉണ്ടോ ഇത് കണ്ടു ഫ്രഷായിട്ട് നിൽക്കണം. അതായത് ഞാൻ പറഞ്ഞ പോലെ അന്ന് ചെയ്തതുപോലെ കണ്ട ഇതുപോലെ ഇങ്ങനെ ഒരു 3 ഇല വരില്ലേ കൂമ്പ്. അപ്പോൾ കൂമ്പ് തൊടാതെ ഇങ്ങനെ കട്ട് ചെയ്യുക. ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. കണ്ട. അപ്പോൾ ഈ കൂമ്പ് വരണതൊക്കെ എന്താവും ഇനി പൂവാവും. കണ്ട. അങ്ങനെ നിർത്തിയപ്പോഴാണ് കണ്ട ഇത് നോക്കി നിങ്ങൾ ഇങ്ങനെ കൂട്ടി പിടിച്ചൊരു വെട്ട് കണ്ട. അപ്പോൾ നമുക്ക് പഴയ പൂവ് പോയാലും കുറച്ച് പുതിയ പൂവുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമ്മുടെ ചെടിയുമേ പൂവുണ്ടായി നിൽക്കും. അപ്പോൾ അതിന് ഒപ്പം നമ്മളിതിങ്ങനെ ചെയ്ത് കൊടുക്കണം. ഫുള്ള് തീരാനായിട്ട് നിൽക്കരുത്. ഞാൻ പറഞ്ഞല്ലോ ഓരോ ബോഗൻവില്ല ഓരോ തരാന്ന്. ഇത് കണ്ടു. ഈ പൂ കഴിയുമ്പോഴേക്കും ഇത്ര അധികം ഇതിന് പുതിയ കൂമ്പ് പോകുന്നു. അപ്പോൾ ഇനി ഇവിടെ ഉണ്ടാവും. അപ്പോൾ അത് നിർത്തിയിട്ട് ചെയ്താൽ അങ്ങനെ വരും. ഇങ്ങനത്തെ ഉണങ്ങിയ കമ്പൊക്കെ നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് പ്രൂൺ ചെയ്താൽ ഒരു 6 മാസത്തിൽ കൂടുതൽ ഈ ബോഗൻവില്ലയുമ്പോൾ നമുക്ക് വീട്ടിൽ നിറയെ പൂവുണ്ടായി നിൽക്കും. കണ്ടോ ഇതിനൊക്കെ കണ്ടു. ഇതൊക്കെ ഇനി പൂവാവുക ചെയ്യുക. കണ്ടോ. അപ്പോൾ ഈ പൂക്കൾ കഴിയുമ്പോഴേക്കും ഇതിൻ്റെയൊക്കെ എല്ലാ നോടൊന്നും വരുന്നുണ്ട്. കണ്ടോ. അപ്പോൾ എല്ലാം ഇടയ്ക്കിടയ്ക്ക് പൊട്ടിച്ച് കൊടുത്തതേ ഇത് നോക്കി കണ്ടോ. ഇതിമൊക്കെ ഇങ്ങനെ വരും. അപ്പോൾ നിങ്ങളിതുപോലെ വേഗം ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഈ പൂവ് നോക്കണില്ല. ഞാനിതിവിടെ വെട്ടി കൊടുക്കുകയാണ്. ഇനി ഇവിടുന്ന് ഉണ്ടാവട്ടെ. കാരണം ഇത് കുറേ ഉണങ്ങിയില്ല, ഭംഗി ഉണ്ടാവില്ല ഇനി. അപ്പോൾ ഇത്ര വെച്ചിട്ട് അതിനെ മുട്ടടിച്ച പോലെ നമ്മൾ വെട്ടി കൊടുത്തു വിട്ടു. അപ്പോൾ ഇതിൻ്റെ ഒരുവിധം പൂക്കളൊക്കെ ഉണ്ട്, വാടിയിട്ടില്ല. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ കൊമ്പ് കുറച്ച് കയറ്റി കൊടുക്കുക. അപ്പോൾ അടുത്തത് പുതിയത് അവിടെ നിന്ന് വരും. ഞാൻ പറയാറുണ്ടല്ലോ ഓരോ ബോഗൻവില്ല ഓരോ തരാന്ന് കണ്ട. പുതിയത് വന്നു തുടങ്ങി. അപ്പോൾ ഇതിനാണെങ്കിൽ ഇങ്ങനെ ഓരോ കമ്പിൽ നിന്നും വെട്ടി കൊടുക്കണം. നല്ല കാറ്റുള്ളപ്പോഴാണെങ്കിൽ ഇത് ലോകം മുഴുവൻ പറക്കും. ഇപ്പോൾ ഇത്തിരി കാറ്റ് കുറഞ്ഞ നേരമാണ് കണ്ട. അപ്പോൾ ഇങ്ങനെ ഇല്ലെങ്കിൽ ഇത് ഷോർട്ടാക്കുക നല്ലത് കേട്ടോ. ഇതിപ്പോൾ ഇതിൻ്റെയൊക്കെ ദിവസം വൈകി ഞാൻ വെട്ടാൻ ഇത് വീഡിയോ എടുക്കേണ്ട കാരണം ഒന്ന് വെട്ടാൻ വൈകിയത്. അല്ലെങ്കിൽ ഞാൻ ശരിക്കും ഇവിടെ വെച്ചിട്ടാണ് മുറുക്കിയത്. പക്ഷേ അത് ഓൾറെഡി വന്നു തുടങ്ങിയില്ല കണ്ട. ഇതുപോലെ ഞാൻ പറഞ്ഞില്ലേ സെൻറ്റർ ഇങ്ങനെ വരികയാണെങ്കിൽ ഇതിങ്ങനെ കൂട്ടി പിടിച്ചൊരു വെട്ടിയാൽ പിന്നെ വരുമ്പോൾ ഇതാവും. ഈ പൂവിൻ്റെ ഇല അങ്ങനെ കൊഴിയില്ല. മാത്രമല്ല ഇതിങ്ങനെ നിന്ന് ഉണങ്ങി കടലാസ് പോലെയാവും ഇത്. അങ്ങനെ ഒരു പ്രത്യേകത ഇതിനുണ്ട്. ഈ ഒരു ചെടിക്കാണ് ഞാൻ ആ പാറ്റേണിനാണ് കൂടുതൽ കണ്ടിട്ടുള്ളത് കേട്ടോ. കണ്ടപ്പോൾ ഇതൊക്കെ ഇങ്ങനെ വെട്ടി കുറച്ച് പണിയുണ്ട് കേട്ടോ. ആ പണി കഴിഞ്ഞാൽ തന്നെ ഇതിന് ഭംഗിയുണ്ടാവും. കണ്ടപ്പോൾ ഇത് ഞാൻ വെട്ടാൻ നോക്കിയപ്പോൾ ഇതിൻ്റെ തുമ്പത്തൊക്കെ പൂ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് വെട്ടി കഴിഞ്ഞാൽ അത് വിഷമാവും. ചിലപ്പോൾ വിഷമം നോക്കാണ്ടൊക്കെ ഞാൻ വെട്ടി കളയാറുണ്ട് കേട്ടോ. പിന്നെ ഇതിന് എന്തെങ്കിലും നമ്മൾ ഒരു ചെറിയ വളം എന്തെങ്കിലും നമ്മൾ ചെയ്ത് കൊടുക്കുക. കാരണം ചട്ടിയിലല്ലേ. അപ്പോൾ അത് കണ്ടോ ഇതൊക്കെ വന്നു തുടങ്ങി. ഇപ്പം ഞാൻ വേറെ കാണിച്ചു തരാം. ഇതിന് മുമ്പ് ചെയ്തതാണ് ഇത് കണ്ട. അപ്പോൾ ഇതൊക്കെ ഇനി മുട്ട വരണേ. അതുപോലെ നോക്കി ഇവിടെ ഈ പൂ വെട്ടി കഴിഞ്ഞാൽ പിന്നെ ഇത് വേഗം പൂവായി മാറും. ഇതൊക്കെ പൂക്കാറായി. അപ്പോൾ നമുക്ക് വലിയ കാലതാമസം ഇല്ലാണ്ട് ഇത് പൂവാകും. ഇതിപ്പോൾ നേരത്തെ ഞാൻ വെട്ടണ്ട ഞാൻ പറഞ്ഞില്ലേ. ഇങ്ങനെ ഒരു വീഡിയോൻ്റെ ഇത് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ വെട്ടാതിരുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്തോളൂ. ഇങ്ങനെ ബോഗൻവില്ല ഇതിൻ്റെ ഇലകളൊക്കെ ഇതൊക്കെ മുട്ടന്നെ. അപ്പോൾ അതൊരു ഒരാഴ്ച കൂടിയും കഴിയുമ്പോഴേക്കും ഇത് വീണ്ടും നിറച്ച് പൂവിടും. കണ്ടോ. അപ്പോൾ ഈ ഉണങ്ങിയതൊക്കെ നമ്മൾ വെട്ടിക്കളയുക കേട്ടോ. അത് മുട്ടടിക്കണ പോലെ തന്നെ വെട്ടിക്കളയുക. അപ്പോൾ പുതിയത് പൂവുണ്ടാവും. പിന്നെ ഇതിൻ്റെ കടക്കിൽ ഞാൻ കണ്ടില്ലേ ഇതുപോലെ മൾച്ചിങ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ പൊതിയിട്ട് കൊടുത്തിട്ട് നോക്കി വെള്ളയപ്പോൾ നോക്കി വേണ്ട. ഇത് കൊഴിയാറാകുമ്പോഴേക്കും ഇതൊക്കെ പൂക്കളിലേക്ക് മാറും. അപ്പോൾ നമുക്ക് വലിയ ടൈം ഗ്യാപ്പ് വരില്ല ഇതിനൊന്നും. കണ്ടോ ഇതൊക്കെ പൂടാറായി. അപ്പോൾ വെള്ളം ഞാൻ പറഞ്ഞല്ലോ കൂടുതൽ കൊഴിയുന്നു. ഇതുമേ ഒക്കെ പൂവിടാനുള്ള ഈ കൂമ്പുകളൊക്കെ പൂവായിട്ട് മാറും. കണ്ടോ ഈ വെള്ളയുടെ തണ്ട് കണ്ടോ. ഈ എല്ലാ തണ്ടുമ്മിലും മുട്ടിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലേ? അപ്പോൾ ഓക്കെ കേട്ടോ. കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ.